വേദിയിൽ നമ്മുടെ സമ്മേളനത്തെ സമ്പന്നമാക്കി വേദിയിലെത്തിച്ചേർന്ന കോഴിക്കോട് സാമൂതിരി രാജ KC ഉണ്ണി അനുജൻ രാജയെ കാന്തപുരം ഉസ്താദ് ഷാൾ അണിയിക്കുന്നു. ആദര ബഹുമാനപൂർവം ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മെമന്റോ സമ്മാനിക്കുന്നു കാന്തപുരം ഉസ്താദ്. അല്ലാഹു അക്ബർ. സാമൂതിരി രാജയുടെ പ്രതിനിധിയായി വേദിയിലെത്തിയ TA രാമവർമ്മ സാറിനുള്ള മെമന്റോ ഉസ്താദ് സമ്മാനിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാറിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഏതാനും വാക്കുകൾ മാത്രം. ഇവിടെ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആരംഭിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷവും അത്ഭുതവും തോന്നുന്നു. ഒരു വലിയ ജനാവലിയാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതിലെ ഒരു നല്ല ഭാഗം ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. ഇവരുടെ കൈകളിലാണ് നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഞാനിത് പറയുക. വളരെ കാലോചിതമായ ഒരു വിഷയമാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നതും നമ്മുടെ ചർച്ചയ്ക്കും വേണ്ടി SSF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം വർഷങ്ങളായിട്ട് നിലനിന്ന് പോരുന്ന അനുഭവിച്ചു പോയിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിഷയം തന്നെ മാപ്പിള മലബാറും സാമൂതിരി രാജാക്കന്മാരും ഈ കാലത്ത് നിലനിന്ന സൗഹൃദത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ അടുത്ത കാലത്ത് ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലെ ഒരു ചൊല്ലുണ്ട്, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. പെട്ടിയിൽ നിന്ന് പുറത്ത് കടന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, നാം പലപ്പോഴും നമ്മുടേതായ ഇടുങ്ങിയ ഒരു കൂടിനകത്താണ്. കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. അതിനപ്പുറത്തേക്ക് കടന്ന് വെളിച്ചം ഉൾക്കൊള്ളാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ ചൊല്ലിൻ്റെ ചുരുക്കം. ഞാനിവിടെ 4 മണിക്ക് അല്പം മുമ്പേ വന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള അവസാന സെഷൻ നടക്കുകയാണ്. ആ സെഷൻ്റെ സമാപനത്തിൽ സംസാരിച്ച ചെറുപ്പക്കാരനായ മുസ്ലിം സഹോദരൻ വളരെ ഭംഗിയായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. എന്താണ് ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ അർത്ഥം? ഒരുപക്ഷെ പരമ്പരാഗതമായിട്ട് മതഗ്രന്ഥങ്ങളെയും മതവാക്യങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചതിൽ ഒന്ന് ചില പേശകുണ്ടായിരിക്കാം. കാരണം മതഗ്രന്ഥങ്ങൾ നമ്മളെ നന്മ ചെയ്യാനും നന്മയിൽ വളരാനും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും മാത്രമേ പഠിപ്പിക്കൂ. അതിന് ചേരാത്ത എന്തെങ്കിലും സൗഹാർദ്ദമായിട്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കണം. നിങ്ങൾ അധികം പേർക്കും അറിയാവുന്ന മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഹിന്ദു മതഗ്രന്ഥങ്ങളിലെ ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ, അതിനെ അനുകൂലിക്കുന്നില്ലേ?
ഗീതയിൽ ജാതി വ്യവസ്ഥയെ പ്രശംസിച്ച് സംസാരിച്ചിട്ടില്ലേ, അംഗീകരിച്ച് സംസാരിച്ചിട്ടില്ലേ? ഗാന്ധി പറഞ്ഞു ഇല്ല എന്ന്. അപ്പോൾ അവർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞു അത് വ്യാഖ്യാനത്തിൽ വന്നിരിക്കുന്ന പിശകായിരിക്കണം, മതഗ്രന്ഥങ്ങളോ ഭഗവാനോ അത് ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ ഗീതയുടെ വാക്യങ്ങളിലോ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് അപ്പാടെ എടുത്ത് കടലിലെറിയുക എന്നാണ് പറഞ്ഞത്. അപ്പാടെ കൊട്ടയോടെ എടുത്ത് കടലിലെറിയുക എന്നാണ് പറഞ്ഞത്. അപ്പം ആ വിധത്തിൽ നമുക്ക് മനുഷ്യസ്നേഹത്തിന് വിഘാതമായിട്ട് ഒരു മനുഷ്യ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സഹായിക്കാത്ത എന്തെങ്കിലും വ്യാഖ്യാനത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തേണ്ട ആവശ്യമുണ്ട്. ഇന്നിവിടെ വാസ്തവത്തിലെ കേരളത്തിലെ നാനാ ജാതിയിൽപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം, ഈ നാട്ടിൽ എന്നും മതസൗഹാർദ്ദം നിലനിന്നിരുന്നു. ഇടയ്ക്ക് ചില വിദേശികളോ അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായ ചില നീക്കങ്ങളോ ഇതിന് വിഘാതമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സെപ്ഷൻസ് മാത്രമാണ്. ഇവിടുത്തെ ജനം അത് അംഗീകരിച്ചിട്ടില്ല. ജനം അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഉത്തമമായുള്ള തെളിവാണ് ഇന്നത്തെ ഈ സമ്മേളനം. ഈ സമ്മേളനം ഒരു വർഗീയമായിട്ടുള്ള ചിന്തയോട് കൂടിയുള്ളതല്ല. ഇവിടുത്തെ പ്രബുദ്ധരായിട്ട് യുവജനങ്ങള് നമുക്ക് മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും മതചിന്തകൾക്കും ഒരുപക്ഷെ പരിമിതികൾക്കും ഉപരിയായിട്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ കഴിയണം. അതിൻ്റെ ഒരു അനുഭവം പങ്കിട്ടവരാണ് നമ്മുടെ പൂർവികര്. ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചു വളർന്നതൊക്കെ കൂരാച്ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഹൈസ്കൂളിലും പഠിച്ചു, കുളത്തോലില്. അതിനുശേഷം തുടർന്ന് പല സ്ഥലങ്ങളിലും പോയി ഉപരിപഠനം നടത്തി. ഇവിടെയൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിം കുട്ടികളും ഹൈന്ദവ കുട്ടികളുമാണ്. ഏറ്റവും അടുത്ത കുട്ടികൾ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ചില കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരികയില്ല, ഇല്ലാത്തതുകൊണ്ട്. അന്നത്തെ കുടിയേറ്റത്തിൻ്റെ കാലത്ത് ദാരിദ്ര്യം അങ്ങനെ വരുന്നതുകൊണ്ടോ ചിലപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാതെ പോരും, ഓടിച്ചാടി പെട്ടെന്ന് പോരാൻ വേണ്ടി. ഉച്ചയ്ക്ക് സ്കൂളിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന അവസരത്തിൽ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിരിക്കും. അതങ്ങനെ പതിവാണ്. കൊണ്ടുവന്നിരിക്കുന്ന കുട്ടികളെ 2-3 പേര് ഓരോ കൈ വാരി ചോറ് ഈ കൊണ്ടുവരാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പിൽ ഇട്ട് കൊടുക്കും. എല്ലാവരും കൂടെ പോയി കഴിച്ച് സന്തോഷമായിട്ട് എഴുന്നേറ്റ് പോകും. ഒരു കൊച്ചു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെയാണ് നമ്മുടെ വളർന്നു വരുന്നുകൊണ്ടിരുന്ന തലമുറയും യുവജനങ്ങളും മുതിർന്നവരും. ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഉമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഇവിടെ ആയിരുന്നത്. അപ്പം അതുപോലെ ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നല്ല ഒരു ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇടക്കാലത്ത് അതിനകത്ത് ചില ഭംഗം വരുമോ എന്നുള്ള അടുത്ത കാലത്തുള്ള ഭീതിയുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ചരിത്രം പഠിക്കുക മാത്രമല്ല, സാമൂതിരിക കാലത്തെ ആ ഭരണകാലത്തെ നല്ല കാലത്ത് നമ്മുടെ ഒരു വലിയ പ്രചോദനമാണ്. അതൊരു നമുക്ക് മാതൃകയും ഒരു ചൈതന്യവുമാണ്. അത് അതിനേക്കാൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങൾ. ഞാൻ അഭിനന്ദിക്കുകയാണ്, എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. SSFന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു സമ്മേളനം, ഇതുപോലെ ഒരു വിഷയത്തെ കേന്ദ്രമാക്കി ഇവിടെ നടത്തിയതിൽ സന്തോഷമുണ്ട്. സാധാരണ എല്ലാ ഉത്സവത്തോടനുബന്ധിച്ചും തിരുനാളോടനുബന്ധിച്ചും ഒക്കെ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഞാൻ എല്ലാ വർഷവും 2-3 പ്രാവശ്യം പോകാറുണ്ട്. പക്ഷെ മതസൗഹാർദ്ദ സമ്മേളനം കാണുന്ന വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ എല്ലാവരും വന്നിട്ട്, പണ്ട് ആരോ പറഞ്ഞല്ലേ, സർക്കസിന്റെ സമയത്ത് അടുവായെയും കൊണ്ടുവരും, പുലിയെയും കൊണ്ടുവരും, സിംഹത്തെയും കൊണ്ടുപോകും, തമ്മിൽ ഉമ്മ വെപ്പിക്കും. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ തമ്മിൽ ശത്രുക്കളാകുമ്പോൾ സ്വന്തം കൂട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പലതിലും ഓരോരുത്തരും അവരവരുടെ ഭാഗം പറയും, കണിശമായിട്ട് പറയും, അർപ്പിച്ച് പറയും, ആവർത്തിച്ച് പറയും. സൗഹാർദ്ദം കൂടുതലായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതങ്ങനെയല്ല. പരസ്പര യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കണമെന്ന് നമുക്ക് സാധിക്കണം. നമ്മൾ മാത്രമായിരിക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ മാത്രമായിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗി
മറ്റ് മതസ്ഥരും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. കൊടുത്തും വാങ്ങിയും സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിന്നിരുന്നു എന്നിവിടെ ആരോ സൂചിപ്പിച്ചല്ലേ, നമ്മുടെ ബഹുമാനപ്പെട്ട രാജാവിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ സഞ്ചാരികളെല്ലാവരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. ഞാനും വായിച്ചിട്ടുണ്ട്. ഇവിടെ നിലനിന്ന മതസൗഹാർദ്ദത്തെക്കുറിച്ച് ആ ഒരു സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലം ഊട്ടിയുറപ്പിക്കാൻ ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഇതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഇൻഫാം എന്ന കർഷക പ്രസ്ഥാനത്തിന്റെ ദേശീയ സെക്രട്ടറിയാണ്. മാത്രമല്ല തിരുവാമ്പാടിയിലും കൂരാച്ചലിലും നടന്ന വലിയ സമരത്തിന് ശേഷം അതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഫാം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തവരിൽ ഒരാളാണ്. അപ്പൊ ഈ ഒരു രംഗത്തേക്ക് കാർഷിക മേഖലയിലേക്കും ഇത് വരേണ്ടി വന്നത് തന്നെ സത്യത്തിൽ അതിന് പ്രചോദനം നൽകിയതിന് കാരണമായത് ഒരു മുസ്ലിം സഹോദരനാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം നിർത്തിക്കോളാം. തിരുവമ്പാടിയിൽ ഞാൻ അവിടുത്തെ വികാരിയായിരിക്കുമ്പോൾ അവിടുത്തെ സ്കൂളുകളും അവിടുത്തെ സ്കൂളിലെ രക്ഷിതാക്കളുടെയും കൂടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലും എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊരു തീരുമാനമെടുത്തു. വിഷമില്ലാത്ത പച്ചക്കറി എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കുക. അതിന് രക്ഷിതാക്കളുടെ സമ്മേളനം വിളിച്ചു അവരോട് ഞങ്ങൾ പറഞ്ഞു, കുട്ടികൾ വിത്തുകൾ കൊണ്ടുവരും നടും, നിങ്ങൾ അതിനുള്ള പ്രോത്സാഹനം കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം കുട്ടികൾ ചെയ്തുകൊള്ളും എന്ന് ഞങ്ങൾ പറഞ്ഞു. എത്ര വീതം നട്ടിട്ടുണ്ട്, എത്രമാത്രം ഭംഗിയായിട്ട് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ വേണ്ടി ഞാനും അധ്യാപകരും കൂടെ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞു. വീടുകളിൽ കൂടെ വരും എല്ലാ മതസ്ഥനായ കുട്ടികൾ. അപ്പോൾ എല്ലാ വീടുകളിലും ഞങ്ങൾ ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ മാറി മാറി കയറി പോകും. ചില പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കുട്ടികൾ പലതരത്തിലുള്ള പച്ചക്കറികൾ ഉൽപ്പന്നങ്ങൾ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നു, വെള്ളം ഒഴിച്ച് സംരക്ഷിക്കുന്നു, രക്ഷിതാക്കളുടെ സഹകരണമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ആരും ഇല്ല എന്ന് എനിക്ക് തോന്നി. വീടിൻ്റെ മുറ്റത്ത് വന്ന് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ അകത്തുനിന്ന് ഒരാൾ വിളി കേട്ടു, കയറി പോരെ എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിച്ചു. അതൊരു മുസ്ലിം സഹോദരൻ്റെ വീടായിരുന്നു. അദ്ദേഹം ഇറങ്ങി വരാത്തതിൻ്റെ കാരണം അദ്ദേഹം സുഖമില്ലാതെ കിടപ്പാണ്. 3 മാസമായിട്ട് കട്ടിൽ കിടപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വേറെ 3 അധ്യാപകരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കയറിച്ചു. അകത്തേക്ക് കയറി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇതുപോലെ എനിക്ക് എഴുന്നേൽക്കാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, 3 മാസമായി ഇങ്ങനെ കിടക്കുന്നു, മരുന്നൊന്നും വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് മരുന്ന് വാങ്ങിച്ചായിരുന്നു, ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. അതെന്താന്ന് ചോദിച്ചു. പൈസ ഇല്ലാഞ്ഞിട്ടാണ്. ഭാര്യ മിക്കവാറും ദിവസമൊക്കെ ജോലിക്ക് പോകും, അതുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ ചെലവിന് കഷ്ടിച്ച് കിട്ടും. പിന്നീട് ദിവസവും ആഴ്ചതോറും മരുന്ന് വാങ്ങിക്കാനുള്ള ചുറ്റുപാടില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മുറിയുടെ ഒരു മൂലയിലായിട്ട് ഒരു 600 തേങ്ങ കാണും. തേങ്ങ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ തേങ്ങായിക്കൊണ്ടല്ലോ ഇത് വിറ്റിട്ട്? ഫാദറെ, ഈ തേങ്ങ ആർക്കും വേണ്ട, തേങ്ങ വാങ്ങിക്കാൻ ആൾക്കാരില്ല, കൊടുത്താൽ തന്നെയും വിലയും കിട്ടുകയില്ല. ഉടനെ ഞാൻ പറഞ്ഞു, ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞ ശേഷം എൻ്റെ കൂട്ടത്തിൽ വന്നവരിൽ ഒരാൾ, ഇദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ട ഈ തേങ്ങ മുഴുവൻ കൊണ്ടുപോക്കൂ, 50 രൂപ തന്നേച്ചാൽ മതി. ഉടനെ കൂട്ടത്തിൽ വന്ന ഒരാൾ 100 രൂപ എടുത്തു മരുന്ന് വാങ്ങിച്ചു. ഇനി നിങ്ങളെ ഏത് തരത്തിലാണ് സഹായിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നെങ്കിലും പോരുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു, ഇത് അനീതിയാണ്. ഇവിടെ ജാതിയോ മതമോ നോക്കാതെ തന്നെ ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ടാകും. അങ്ങനെ ആലോചിച്ച് അതിൻ്റെ ആരംഭവും അതിനുള്ള ചൈതന്യവും ആ ഉൾപ്രേരണയുടെ പശ്ചാത്തലത്തിലാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ കോഴിക്കോടിനെ തരിപ്പിക്കുന്ന 10,000-ലധികം പേര് സംഘടിച്ച കർഷക പ്രതിഷേധ റാലി 2000 ആണ്ടിൽ നടന്നത്. അന്ന് മുതൽക്കാണ് പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അപ്പം അതുപോലെ പരസ്പരം നമുക്ക് പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒന്നിച്ചു നിന്നാൽ പലതും നേടാൻ സാധിക്കും. നമുക്ക് ഐക്യം പ്രധാനപ്പെട്ടതാണ്, മനുഷ്യത്വം പ്രധാനപ്പെട്ടതാണ്, മറ്റുള്ളവരുള്ള കാരുണ്യവും അനുകമ്പയും സൗഹാർദ്ദവും പ്രധാനപ്പെട്ടതാണ്. അത് ഊട്ടിയുറപ്പിക്കാൻ, ഇതേപ്പറ്റി കൂടുതൽ ആഴമായി ചിന്തിക്കാൻ ഒരവസരമാകട്ടെ ഇത് എന്ന് ഞാൻ ആശംസിക്കുകയും ഇതുപോലെ മനോഹരമായൊരു സമ്മേളനം വിളിച്ചുകൂട്ടിയ SSFനെയും എൻ്റെ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട്